നിങ്ങൾ നിങ്ങൾക്ക് അത്ര പിടിച്ചില്ലേ? ആക്ച്വലി ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണെന്ന് കരുതി തിയേറ്ററിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമല്ലേ തിയേറ്ററിൽ പോയി കാണണ്ട എന്ന് വിചാരിച്ചൊരിക്കലും എനിക്ക് പറ്റിയതാണ്. ഞാൻ വിചാരിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കണ്ടി ചെന്ന് കാണണ്ടെന്ന് വരെ വിചാരിച്ചാണ്. പക്ഷേ എൻ്റെ പൊന്നളിയാ ഇത് തിയേറ്ററിൽ വന്ന് കാണുമ്പം കിട്ടുന്ന ഒരു തിയേറ്റർ ഫീലുണ്ട്. നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ഇതിന് മുന്നേ ആരെങ്കിലും തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ടോ? കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമയിൽ പോരായ്മ, ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളത് ഈ സിനിമയിൽ പോരായ്മയായിട്ടില്ല. കാരണം നമുക്ക് സിനിമ തുടങ്ങുമ്പോൾ ഒരു ചെറിയൊരു സ്ലോ പേസ് ആണെങ്കിൽ സിനിമ അങ്ങോട്ട് പോയി കഴിയുമ്പോഴേ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളൊരു ഇത് തോട്ട് നമ്മളെ മനസ്സിൽ നിന്ന് അങ്ങ് പോകും. കാരണം പിന്നെ നമ്മൾ സിനിമയിലോട്ടങ്ങ് എൻ്ററായി കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഈ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചാത്തൻ്റെ ഒരു കോൺസെപ്റ്റ് ഈ സിനിമയിലുണ്ട്. അതാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. അതൊക്കെ പിന്നീട് അറിയാം. സ്പോയിലറാണ്. നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ ഇത് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഇത് റിവ്യൂ മാറ്റിയ സ്പോയിലറാണ്. അത് കഴിഞ്ഞ് എടുത്തു പറയാൻ ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പാവം കിട്ടും, അതുകൊണ്ട് പറയുകയാണ്, മേക്കിങ് ഡയറക്ഷനും. ഈ സിനിമ വേറെ ആരെ കയ്യിൽ കിട്ടണമെങ്കിലും സത്യം പറഞ്ഞാൽ നമ്മളെ മലയക്കോട്ട വാലിബൻ്റെ മലയക്കോട്ട വാലിബൻ എടുത്തത് ആൾക്കാർക്ക് ദഹിച്ചില്ല. ആ രീതിക്ക് ഒരു ഫ്ലോപ്പ് ഇതിന് നേരിടാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ മേക്കിങ്ങിൽ അത് മാറ്റിക്കളഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യം പെർഫോമൻസ്. മമ്മൂട്ടി, സിദ്ധാർത്ഥ്, അർജുൻ അശോകൻ. ഇതിൽ മമ്മൂട്ടിയുടെ പെർഫോമൻസ് മാത്രം നമ്മൾ പറയാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ, മമ്മൂട്ടിയുടെ തോളോട് തോൾ നിന്ന് സിദ്ധാർത്ഥിൻ്റെയും അർജുൻ അശോകിൻ്റെയും ആക്ടിങ് അത് എടുത്ത് തന്നെ പറയണം. ഇവർ 3 പേരും മത്സരിച്ച് അഭിനയിച്ച പോലെ ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു കാസ്റ്റിങ്ങിൽ വേറെ ആര് വന്നാലും ഇത് ഇത്രയും നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് ഈ സിനിമയിൽ നിന്ന് കിട്ടില്ലായിരുന്നു. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാൽ പോലും ഫ്രെയിം ബൈ ഫ്രെയിം അടിപൊളിയായിരുന്നു. ആ ഒരു മനയുടെ ഒരു സാധനം, മഴ, ഈ രാത്രിയിൽ നിന്ന് പകലിലോട്ട് പറഞ്ഞൊരു ട്രാൻസാക്ഷൻ, എന്നോ വിഷയ സാധനമായിരുന്നു. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മളെ മമ്മൂക്കയുടെ ഓരോരോ എൻട്രൻസ് ഒക്കെ ഉണ്ട്. അത് മാത്രം മതി, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ആ രീതിക്ക് പുള്ളിയുടെ ഒരു നോട്ടം, ചിരി, ഇതോ വേറെ ലെവൽ. പിന്നെ മേക്കിങ്ങിൽ ഈ ഒരു ചാത്തനൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. ഇതൊക്കെ എങ്ങനെ എടുത്തത്? ഇങ്ങനെ സത്യം പറഞ്ഞാൽ വായും തുറന്നിരുന്ന് കണ്ട് ആ രീതിക്ക് നല്ല രസമുണ്ടായിരുന്നു. ഇത് ടോട്ടലി പറയുകയാണെങ്കിൽ ഇതൊരു അടിപൊളി പടമാണ്.